PHSE വിദ്യാലയം ക്രാഫ്റ്റ് ബേക്കർ വൊക്കേഷണൽ കോഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഷറിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് ഈ ക്ലാസ്സിൽ ഫ്യൂവൽസ് യൂസ്ഡ് ഇൻ ദ ബേക്കിംഗ് ഇൻഡസ്ട്രി എന്ന ടോപ്പിക്കാണ് പറയുന്നത്. ഫ്യൂവൽസ് അഥവാ ഇന്ധനങ്ങൾ നമ്മൾ ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു. ആദ്യമായി ഈ ഫ്യൂവൽ നമ്മളെ ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏതൊരു ഫുഡ് പ്രൊഡക്ഷൻ ഏരിയയിലും ഫ്യൂവൽ അവിടെയുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടറാണ്. എന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ് കൊണ്ട് നടത്താൻ നമുക്ക് ചിലവുകൾ നല്ല വരും. അതിൽ ഫ്യൂവൽ ഒരു മെയിൻ പ്രോഡക്റ്റാണ്. നമ്മളെ കമ്പനി ബിസിനസ്സിന് ചിലവ് വരുന്ന ഒരു മെയിൻ ഐറ്റമാണ് ഫ്യൂവൽ. അതുകൊണ്ട് നമ്മൾ ഏത് തരം ഫ്യൂവൽ ഉപയോഗിക്കണം എന്നുള്ളത് കാര്യമായി ആലോചിച്ച് തീരുമാനിക്കണം. അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായി, ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഇക്കണോമിക്കലി സൗണ്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഫ്യൂവൽ ചിലവ് കുറഞ്ഞത് ആയിരിക്കണം. ചിലവ് കുറഞ്ഞത് എന്നല്ല, റീസണബിൾ റേറ്റ് ആയിരിക്കണം. അതാണ് ആദ്യത്തേത്. കഴിയുന്നതും ചിലവ് കുറഞ്ഞ ഒരു ഫ്യൂവലിലേക്ക് എത്താൻ ശ്രമിക്കണം. രണ്ടാമതായി, കൺസിസ്റ്റൻറ്റ് ഫ്ലോ അഥവാ അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ. ഏത് ഫ്യൂവൽ ഉപയോഗിക്കാനാണെങ്കിലും നമുക്ക് അത് എപ്പോഴും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കിട്ടണം. ഏത് ഫ്യൂവലാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് അവൈലബിളായ ഒരു സാധനമായിരിക്കണം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ആഷ് ദാറ്റ് ഈസ് ഫോംഡ്. ഏതൊരു ഇന്ധനം ഉപയോഗിച്ചാലും വേസ്റ്റ് ലാസ്റ്റ് ഫോം ചെയ്യും. അതിന് നമ്മൾ ആഷ് എന്ന് പറയും, കരി എന്തെല്ലാം. അങ്ങനെയുള്ള വേസ്റ്റ് കഴിയുന്നതും കുറവുള്ള ഇന്ധനം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതാണ് മൂന്നാമത്തത്. നാലാമത്തത്, എനർജി വാല്യൂ ഓഫ് ദ ഫ്യൂവൽ യൂസ്ഡ്. ഈ എനർജി വാല്യൂ എന്ന് ഉദ്ദേശിച്ചുള്ളത് ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചൂട് ഭയങ്കരമായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ചൂട് ഭയങ്കരമായി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചുറ്റുപാടുള്ള എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കഴിയുന്നതും ചൂട് കുറവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂവൽ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. അഞ്ചാമതായി, നെയ്ബർഹുഡ് ബേക്കറി ലൊക്കേഷൻ ഫോർ എനി സ്മോക്ക് എമിഷൻ ഡിസ്റ്റർബൻസസ്. ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ബേക്കറിയിലെ തൊട്ടടുത്തുള്ള എന്തെങ്കിലും ഷോപ്പുകൾക്ക് നമ്മുടെ ഫ്യൂവൽ ഉപയോഗിച്ചുണ്ടാവുന്ന സ്മോക്ക് എമിഷൻ, പുക സംബന്ധമായ ഡിസ്റ്റർബൻസ് കഴിയുന്നതും കുറയ്ക്കാൻ നോക്കണം. അങ്ങനെ 5 കാര്യങ്ങളാണ് ഏത് തരം ഫ്യൂവലാണ് നമ്മുടെ ബേക്കറിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള 5 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത്, ഫോളോയിങ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഫ്യൂവൽസ് യൂസ്ഡ് ഇൻ ദ ബേക്കിംഗ് ഇൻഡസ്ട്രി. ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന വ്യത്യസ്ത തരം ഫ്യൂവലുകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി, ഗ്യാസ് ഫ്യൂവൽ അഥവാ LPG, CNG, ബയോഗ്യാസ് എന്നൊക്കെ പറയും. ഏറ്റവും പോപ്പുലറായി നമ്മൾ കണ്ടുവരുന്ന ഒരു ഫ്യൂവലാണ് ഗ്യാസ് ഫ്യൂവൽ. LPG എന്നാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. വീടുകളിൽ എല്ലായിടത്തും കണ്ടുവരുന്നതാണ്.
CNG അത്രക്ക് കുക്കിങ്ങിലേക്ക് പോപ്പുലർ ആയിട്ടില്ല. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ് അത്. ഇപ്പോഴൊക്കെ വെഹിക്കിൾസിലേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട് ആ ഫീൽഡിലും. ബയോഗ്യാസ് എന്ന് പറയുന്നത് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ഫ്യൂവലാണ്. അത് നമ്മൾ വേസ്റ്റ് പ്രോഡക്ട്സിനെ റീസൈക്കിൾ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തരം ഫ്യൂവൽ. അതാണ് ബയോഗ്യാസ്. ഇതിൻ്റെ ഉപയോഗങ്ങൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് ഫ്യൂവൽ ഉപയോഗിക്കുന്നത് ലാർജ് സ്കെയിൽ കമേഴ്ഷ്യൽ യൂസുകളിലാണ്. വലിയ വലിയ ബേക്കറികളിലാണ് അധികവും ഗ്യാസ് ഫ്യൂവൽസ് കാണുന്നത്. ബേൺ ക്ലീൻ വിത്തൗട്ട് എനി കണ്ടാമിനേഷൻ ഓഫ് പ്രോഡക്ട്സ്. രണ്ടാമതായി എന്താണ് ഉദ്ദേശിച്ചാൽ കത്തുമ്പോൾ ക്ലീൻ ആയിരിക്കും, എന്നാൽ കൂടുതൽ പുക ഉണ്ടാവില്ല. അതാണ് കണ്ടാമിനേഷൻ. ലെസ് കണ്ടാമിനേഷൻ ആണ് ഗ്യാസ് ഫ്യൂവൽ ഉപയോഗിച്ച് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ. മൂന്നാമതായി ഇൻസ്റ്റൻറ്റ് റെഗുലേറ്റഡ് ഹീറ്റ്. നമുക്ക് ഗ്യാസ് ഫ്യൂവലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻസിൻ്റെ ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു റെഗുലേറ്റർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചൂട് കൂട്ടാനും കുറയ്ക്കാനും ഈസിയറാണ് LPG അല്ലെങ്കിൽ ഗ്യാസ് ഫ്യൂവൽ ഉപയോഗിച്ച് ബേക്ക് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ആദ്യത്തേത് ഗ്യാസ് ഫ്യൂവൽ. രണ്ടാമത്തത് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ആദ്യമായിട്ട് അത് ചിലവ് കൂടുതലുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് മോസ്റ്റ്ലി ഇൻ ലാർജ് ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇത് വലുതും ചെറുതുമായ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ഇത് കുറച്ച് ചിലവുള്ളതായതുകൊണ്ട് ഉപയോഗം കുറച്ച് കുറവാണ് ഫീൽഡിൽ. മൂന്നാമത്തത് സോളിഡ് ഫ്യൂവൽ. അതിൻ്റെ എക്സാമ്പിൾസ് വുഡ്, ചാർക്കോൾ, കോൾ. സോളിഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫ്യൂവൽസ്. നമ്മൾ മരം, കരി, കൽക്കരി എന്നൊക്കെ പറയുന്ന ഐറ്റംസ്. അപ്പോൾ ഇതിൽ വുഡ് ഉപയോഗിച്ചിൻ്റെ ഉപയോഗങ്ങളാണ് പറയുന്നത്. ചീപ്പ് ഫ്യൂവലാണ് വുഡ്. അപ്പോൾ ചിലവ് കുറഞ്ഞ ഒരു ഫ്യൂവൽ കണ്ടെത്തിയാൽ അത് വുഡാണ്. യൂസ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ ബേക്കറി. ചെറിയ ചെറിയ ബേക്കറികളിലാണ് കൂടുതലായിട്ടും ഈ വുഡ് ഉപയോഗിച്ച് നമ്മൾ കത്തിക്കുന്നത്. കോസസ് സ്മോക്ക് ആൻഡ് കണ്ടാമിനേഷൻ. നിങ്ങൾക്കറിയാം, മരം ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ നല്ല പുകയുണ്ടാവും. അപ്പോൾ കണ്ടാമിനേഷൻ, പുക ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. അതാണ് വുഡ്. രണ്ടാമതായി കോൾ. ഇറ്റ് ഈസ് എ ഡെൻസ് ആൻഡ് കോമ്പാക്റ്റ്. ഡെൻസ് എന്നാൽ ഇറ്റ്സ് ഹെവിയാണ്, അത് ഹെവിയാണ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒതുങ്ങിയതാണ്. കോൾ എന്നുള്ളത് അത് ആക്ച്വലി അതൊരു തരം റോക്കാണ്. ഒരു പാറ പോലത്തെ, പാറ പൊട്ടിച്ചെടുക്കുന്നതാണ് കോൾ. നമ്മൾ ഡിഗ് ചെയ്ത് കുഴിച്ച് ഏർത്ത്, നമ്മൾ ഭൂമി കുഴിച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇന്ധനമാണ് കോൾ. പ്രൊഡ്യൂസ് ലെസ് ആഷ്. കരി കുറവാണ് കമ്പാരിറ്റീവ്ലി. യൂസ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ചെറിയ ചെറിയ ഇൻഡസ്ട്രി, ബേക്കറി യൂണിറ്റ്സിലാണ് ഈ കോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വുഡും കോളും ചാർക്കോളും എല്ലാം. ചാർക്കോൾ എന്ന് പറയുന്നത് മരം നമ്മൾ ചൂടാക്കി ഒരു കരി രൂപത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ നമ്മൾ ചാർക്കോൾ എന്ന് പറയും. അത് പ്രൊഡ്യൂസസ് ലെസ് സ്മോക്ക് ഈസ് ഡെൻസ്. അത് പുക കുറച്ചേ ഉണ്ടാക്കുമെങ്കിലും അത് നല്ല ഹെവിയാണ്. യൂസ്ഡ് ഫോർ സ്മോൾ സ്കെയിൽ ബേക്കറി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സോളിഡ് ഫ്യൂവൽ അധികവും ചെറുകിട സ്ഥാപനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് ഓഫ് സോളിഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. വുഡ്, കോൾ, ചാർക്കോൾ. മരം, കരി, കൽക്കരി. അത് കഴിഞ്ഞാൽ ലിക്വിഡ് ഫ്യൂവൽസ്. അതിൽ ഫർണസ് ഓയിൽ ഓർ ഡീസൽ.
ലിക്വിഡ് ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കെറോസിൻ, മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസലൊക്കെയാണ് ഈ ഒരു വെറൈറ്റിയിൽ ഫ്യൂവലായിട്ടുള്ളത്. യൂസ്ഡ് ഇൻ മീഡിയം ഓൾ ലാർജ് ഇൻഡസ്ട്രീസ് ആസ് ബാക്കപ്പ്. ആസ് ചെറിയതും വലുതുമായ മീഡിയമും വലുതുമായ ഇൻഡസ്ട്രിയിൽ ബാക്കപ്പായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ഥിരമായിട്ട് ഒരു ഫ്യൂവൽ, കുക്കിംഗ് ഫ്യൂവൽ ഉണ്ടാവും. ഇൻ കേസ് എമർജൻസി സാധനം കുറഞ്ഞു പോയാൽ ഇത് അവർ യൂസ് ചെയ്യും. അങ്ങനെയാണ് ബാക്കപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഡീസലെല്ലാം കുറച്ച് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ് നമ്മൾ മരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മൂന്നാമതായി ഹൈലി കമ്പസ്റ്റബിൾ ഇൻ നേച്ചർ ആൻഡ് ഹാസ് സ്ട്രോങ് ഓർഡർ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഡിസ്അഡ്വാൻറ്റേജ്. ഇത് ഭയങ്കരമായി ഇൻഫ്ലേമബിളാണ്, കത്തിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു അടുത്തുള്ള ഏരിയാസിലൊക്കെ ഡേഞ്ചർ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്യൂവലാണ്. ഹൈലി കമ്പസ്റ്റബിൾ ആണ്, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അതിന് നല്ല സ്മെല്ലും ഉണ്ടാവും. ഓർഡർ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലും ഉണ്ടാവും. ഇപ്പം മണ്ണെണ്ണയായാലും ഡീസലായാലും ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ സ്മെല്ല് നല്ല ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ഫുഡിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂവൽസിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഗ്യാസ് ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി, സോളിഡ് ഫ്യൂവൽ ആൻഡ് ലിക്വിഡ് ഫ്യൂവൽ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇതിൽ കുറച്ച് വ്യത്യസ്തമായി ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവലാണ് സോളാർ എനർജി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സൂര്യൻ്റെ പ്രകാശം ഒരു എനർജിയായി ഉപയോഗിച്ച് എല്ലാ ഫീൽഡിലും ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ കുക്കിംഗ് ഫീൽഡിലും ബേക്കിംഗ് ഫീൽഡിലും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സോളാർ എനർജി ഈസ് യൂസ്ഡ് ഇൻ ലാർജ് ബേക്കിംഗ് ഇൻഡസ്ട്രീസ്. വലിയ ഫാക്ടറീസിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത്. കോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ ചിലവ് കമ്പാരിറ്റീവ്ലി കുറവാണ്. വേറെയുള്ള ഇനീഷ്യൽ എക്സ്പെൻസ് ഉണ്ടെങ്കിലും, തുടങ്ങുന്ന സമയത്ത് ചിലവുണ്ടെങ്കിലും അത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ നമുക്കിത് ചിലവ് കുറയ്ക്കും. കോസ്റ്റ് എഫക്റ്റീവാണ് സോളാർ എനർജി. അത് സോളാർ പാനലുകൾ വെച്ചിട്ട് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. മൂന്നാമത്തതും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. എന്നാൽ ഗ്യാസ്, ഈ ഒരു ഫ്യൂവൽ ഉപയോഗിച്ച് നമ്മൾ എൻവയോൺമെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാനും അല്ലെങ്കിൽ പുക സംബന്ധമായ കാര്യങ്ങൾ വരുന്നതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് സോളാർ എനർജിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സിൽ. നാലാമതായി നോ സ്റ്റോറേജ് സ്പേസ് റിക്വയർഡ് ഫോർ ഫ്യൂവൽ. നമ്മൾ കണ്ടു സോളിഡ് ഫ്യൂവൽ എന്നുള്ളത് ഒരു ഹെവിയാണ്, വുഡ്, ചാർക്കോളെല്ലാം. അപ്പോൾ അങ്ങനെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ ഒരു റൂം വേണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു സോളാർ പാനലുകൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബേക്കിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ ആവശ്യമില്ല. ഇതാണ് സോളാർ എനർജിയുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മളൊരു ബേക്കറി അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉപയോഗിക്കാവുന്ന വ്യത്യസ്തമായ ഫ്യൂവലുകളെയാണ് ചർച്ച ചെയ്തത്. അതിൽ ഏറ്റവും കോമണായി നമ്മൾ കാണുന്നത് ഗ്യാസ് ഫ്യൂവലാണെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ സോളാർ എനർജി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, നോട്ട്സ് എഴുതുക. ഇനി കൂടുതൽ സംശയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കേഷണൽ ടീച്ചറുമായിട്ട് ബന്ധപ്പെടുക. ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു.